നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ പുതിയ കോവിഡ് കേസുകൾ 3100 കടന്നു. ഇന്ന് 3116 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 1282 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 4,10,949 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 8,02,181 പേർക്ക് യുഎഇയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,59,213 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,178 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 40,780 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ഷിന്തഗ ടണലിൽ ദൈറയിൽ നിന്ന് ബർദുബായ് ദിശയിലേക്കുള്ള ഗതാഗതം നാളെ മുതൽ 2 മാസത്തേക്ക് നിരോധിച്ചതായി RTA അറിയിച്ചു. ഇൻഫിനിറ്റി പാലം നാളെ തുറക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇത്. ഇൻഫിനിറ്റി പാലവും പുതിയ പാലങ്ങളും അൽഷിന്തഗ ടണലുമായി ബന്ധിപ്പിക്കുവാനുള്ള ജോലികളുടെ ഭാഗമായാണ് ക്രമീകരണം. ദൈറയിൽ നിന്ന് ബർദുബായിലേക്കും തിരിച്ചും ഇൻഫിനിറ്റി പാലം വഴി മണിക്കൂറിൽ 24,000 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും. ജനുവരി 15 മുതൽ അമേരിക്കയിൽ സൗജന്യ ഹോം COVID-19 ടെസ്റ്റ് കിറ്റുകൾ വിതരണം ആരംഭിക്കും. US-ൽ കോവിഡ് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന ബൈഡൻ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗമായാണ് ഇത്. ഓൺലൈൻ വഴിയോ സ്റ്റോറുകളിൽ നിന്നോ ഡോക്ടറുടെ കുറിപ്പില്ലാതെ തന്നെ നേരിട്ട് വാങ്ങാവുന്നതാണ്. ടെസ്റ്റ് കിറ്റ് വാങ്ങുമ്പോൾ പണം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ രസീത് സൂക്ഷിക്കണം. ഇൻഷുറൻസ് കമ്പനികൾ പൂർണ്ണമായും ഇത് തിരിച്ചു നൽകും. ഒരു വീട്ടിലെ ഒരാൾക്ക് ഒരു മാസത്തേക്ക് 8 ടെസ്റ്റ് കിറ്റുകൾ ലഭിക്കുമ്പോൾ 4 കുടുംബത്തിന് മാസം 32 കിറ്റുകൾ ലഭിക്കും. ഒരു കിറ്റിന്റെ വില $12 ജനുവരി 15 മുതൽ വാങ്ങുന്നതിന് മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ. വ്യക്തികളുടെ ഇൻഷുറൻസ് കമ്പനികളുടെ നെറ്റ്വർക്കിംഗിലുള്ള ഫാർമസികളിൽ നിന്നോ സ്റ്റോറുകളിൽ നിന്നോ വാങ്ങാവുന്നതാണ്. സൗദിയിൽ ഓൺലൈൻ തട്ടിപ്പിൽപ്പെട്ട് മലയാളി നഴ്സുമാർക്ക് ലക്ഷങ്ങൾ നഷ്ടമായി. ദമാമിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 3 മലയാളി നഴ്സുമാർക്കാണ് പണം നഷ്ടമായത്. നാട്ടിലെ കടബാധ്യതകൾ തീർക്കാൻ ബാങ്കിൽ നിന്ന് ലോണെടുത്ത പണം ഇവരുടെ അക്കൗണ്ടിൽ എത്തിയതിന് 2 ദിവസം കഴിഞ്ഞാണ് തട്ടിപ്പ് നടന്നത്. അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേരിലുള്ളതല്ലേ എന്ന് ഒരു ഫോൺ കോൾ വരികയായിരുന്നു ആദ്യം. തങ്ങളുടെ അക്കൗണ്ട് നമ്പർ കേട്ടതോടെ ഫോൺ വിളി ബാങ്കിൽ നിന്നാണെന്ന് വിശ്വസിച്ചു പോയ ഇവർ സംസാരിക്കാൻ തുടങ്ങി. ചില വിവരങ്ങൾ അറിയാനുണ്ടെന്ന വ്യാജേന 10 മിനിറ്റിലധികം ഫോൺ കട്ട് ചെയ്യാതെ ഇവരെ ലൈനിൽ തന്നെ നിർത്തി. ഈ സമയത്തിനുള്ളിലാണ് ഒരാളുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 38,000 റിയാലും മറ്റു 2 പേരുടെ അക്കൗണ്ടുകളിൽ നിന്ന് 40,000 റിയാൽ വീതവും തട്ടിപ്പുകാർ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഭൂമി ഇടപാടുകളിൽ ദുബായ് 12 വർഷത്തെ റെക്കോർഡ് തകർത്ത് മുന്നോട്ട്. കഴിഞ്ഞ വർഷം 15,107 കോടി ദിർഹത്തിന്റെ ഇടപാടായിരുന്നു നടന്നത്. താമസസജ്ജമായ കെട്ടിടങ്ങൾക്കും മറിച്ചു വിൽപ്പന നടത്തുന്ന കെട്ടിടങ്ങൾക്കുമായിരുന്നു കൂടുതൽ ആവശ്യക്കാർ. ഇങ്ങനെയുള്ള 59.6% വിറ്റുപോയത്. 40.6% നിർമ്മാണ സജ്ജമായ ഭൂമി വിൽപ്പന. ഇത്തരത്തിലുള്ള 24,761 സ്ഥലങ്ങൾ 4,550 കോടി ദിർഹത്തിന് വിറ്റുപോയി. 36,480 കെട്ടിടങ്ങൾ 10,556 കോടി ദിർഹത്തിന് മറിച്ചുവിറ്റു. 2008 ശേഷം ഈ രീതിയിൽ നടന്ന ഏറ്റവും വലിയ വിൽപ്പനയാണ് ഇത്. എക്സ്പോ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ ഏറ്റവും സ്വാധീനിച്ച ഘടകമെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനൊപ്പം വാക്സിനേഷൻ വ്യാപകമാക്കിയതും താമസിക്കാൻ ഏറ്റവും യോജ്യമായ സ്ഥലമായി ദുബായ് മാറിയെന്ന വിശ്വാസവും വിൽപ്പനയെ സ്വാധീനിച്ചു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി നാനോ ഉപഗ്രഹം ദീവാസാറ്റ്-1 അമേരിക്കയിലെ ഫ്ലോറിഡ കേപ്പ് കനാവറൽ സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ആദ്യ സിഗ്നലുകളും അയച്ചു തുടങ്ങി. ജലവൈദ്യുത വിതരണത്തിന്റെ അറ്റകുറ്റപ്പണികളും ഭാവി വിതരണ പദ്ധതികളും മെച്ചപ്പെടുത്തുവാൻ നിർമ്മിത ബുദ്ധിയും IoTയും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് വിക്ഷേപണം നടത്തിയത്. യുഎഇയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മൂടൽമഞ്ഞിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറഞ്ഞു. ചിലയിടങ്ങളിൽ രാവിലെ 11 മണിയോടെയാണ് അന്തരീക്ഷം തെളിഞ്ഞത്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ എമിറേറ്റുകളിൽ മഴ തുടരാനാണ് സാധ്യത. രാജ്യത്ത് ഇന്നലെ കൂടിയ താപനില 23 മുതൽ 28 ഡിഗ്രിയും കുറഞ്ഞ താപനില 6 മുതൽ 11 ഡിഗ്രിയുമായിരുന്നു. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ മേഖലകളിൽ ഇന്നു മുതൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സാങ്കേതിക വിദ്യ നവീകരിച്ച് കൂടുതൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള പദ്ധതിക്ക് യുഎഇയിൽ തുടക്കമായി. മേഘങ്ങളിൽ വിതറാനുള്ള രാസഘടകങ്ങളിൽ മാറ്റം വരുത്തിയാണ് മഴ ലഭ്യത കൂട്ടുക. അന്തരീക്ഷത്തിൽ നിന്ന് അതിവേഗം ഈർപ്പം ആഗിരണം ചെയ്യാനാകുന്ന രാസസംയുക്ത വിതറിയാൽ ക്ലൗഡ് സീഡിംഗ് കൂടുതൽ ഫലപ്രദമാകുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി. പുതിയ പദ്ധതി അടുത്ത വർഷം 40 മുതൽ 50 മണിക്കൂർ വരെ മേഘങ്ങളിൽ പരീക്ഷിക്കും. രാസഘടകങ്ങൾ എത്രമാത്രം മേഘങ്ങളിൽ തങ്ങി നിൽക്കുന്നു, സംഭവിക്കുന്ന മാറ്റങ്ങൾ, ജലകണങ്ങളുടെ വലിപ്പം എന്നിവ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കും. ഇതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യും. ഉപഗ്രഹങ്ങൾ, റഡാറുകൾ എന്നിവയിൽ നിന്ന് റിപ്പോർട്ടുകൾ സഹിതം സമഗ്ര വിവരശേഖരവും തയ്യാറാക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.